എല്ലാവർക്കും സ്കോളർ സ്ക്വാഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ 11 തൊട്ട് 2025 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്താൻ പറ്റും. അതിൽ നിന്ന് വേണ്ടി കറക്റ്റായിട്ടുള്ള മാർക്ക് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ദ സൈസ് ഓഫ് ദ ഡി ഓർബിറ്റൽ ഇൻ സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ ഫോളോസ് ദി ഓർഡർ. ഡി ഓർബിറ്റലിന്റെ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എലമെന്റ്സ് എല്ലാം തന്നെ ഏതിൽ വരുന്നതാണ്? തേർഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവരെ കൊടുത്തേക്കുന്ന ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ. ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസഡ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് മൂലം സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ അപ്പം ആ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുന്നു. ഡി ഓർബിറ്റലിനും സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പെരിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് സൈസ് ഓഫ് ദ ഡി ഓർബിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഏത് ഓർഡർ ആയിരിക്കും? സിലിക്കൺ ആയിരിക്കും ഏറ്റവും സൈസ് കൂടുതൽ, ദെൻ ഫോസ്ഫറസ്, സൾഫർ, ദെൻ ക്ലോറിൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് സൈസ് ഓഫ് എസ്, S2 മൈനസ്, S2 പ്ലസ് ആൻഡ് S4 പ്ലസ് സ്പീഷ്യസ് ഈസ്. തന്നിരിക്കുന്ന അയോൺസ് തന്നിട്ടുണ്ട്, സൾഫർ ആറ്റം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ് അയോണും ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ് അയോണും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏത് ഓർഡർ ആയിരിക്കും സൈസിന്റെ ഓർഡർ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ അയോൺ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യും. എപ്പം? നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൈസ് ഓഫ് ദ അയോൺ increases with increase in negative charge. നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ സൈസ് ഓഫ് ദ അയോൺ ഇൻക്രീസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ അയോൺ ഡിക്രീസസ്. ഓക്കെ, സൈസ് ഓഫ് ദ അയോൺ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത് ഏതിനായിരിക്കും? നെഗറ്റീവ് ചാർജ് ഏറ്റവും കൂടുതലുള്ളത് ഏതാ? S2 മൈനസ്. ഏറ്റവും കൂടുതൽ സൈസ് അതിനായിരിക്കും. ദെൻ ന്യൂട്രൽ ആയിട്ട് വന്ന് സൾഫർ ആറ്റം, ദെൻ S2 പ്ലസ്, ദെൻ S4 പ്ലസ്. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യും. നെഗറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് റിട്ടൻഷൻ ഓഫ് കാറ്റയോൺസ് ഓൺ എ സൾഫോണേറ്റഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ കോളം ഈസ്. നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് എന്താണ്? സിൽവർ പ്ലസ്, Ag പ്ലസ് ഉണ്ട്, K പ്ലസ് ഉണ്ട്, Na പ്ലസ് ഉണ്ട്, ലിഥിയം പ്ലസ് ഉണ്ട്. ഇതിന്റെ ഏത് ഓർഡറിലായിരിക്കും കാറ്റയോൺ റിട്ടൻഷൻ നടക്കുക? ഏറ്റവും കൂടുതൽ കാറ്റയോൺ റിട്ടൻഷൻ ഏത് അയോൺ ആയിരിക്കും? ഏറ്റവും കുറവ് കാറ്റയോൺ റിട്ടൻഷൻ ഏത് അയോൺ ആയിരിക്കും? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അയോൺ എന്ന് പറയുന്നത് സ്മോളർ സൈസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ജനറലി അയോൺസിന്റെ സൈസ് എന്താണെന്നുള്ളത് നോക്കുക. അതിന്റെ സ്മോളർ സൈസ് ആണെന്നുണ്ടെങ്കിൽ കാറ്റയോൺ റിട്ടൻഷൻ എന്ന് പറയുന്നത് കൂടുതൽ നേരം ഉണ്ടാവും. കാറ്റയോൺ റിട്ടൻഷൻ എന്ന് പറയുന്ന സൈസ് ഓഫ് ദ ആറ്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സൈസ് കൂടുന്നതനുസരിച്ചിട്ട് റിട്ടൻഷൻ കുറയും, സൈസ് കുറയുന്നതനുസരിച്ചിട്ട് റിട്ടൻഷൻ കൂടും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലെ. സിൽവർ Ag പ്ലസിനെ മാറ്റി വെച്ചുകൊണ്ട് നോക്കിയാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഓക്കെ, ഇതെല്ലാം തന്നെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഡൗൺ ദ ഗ്രൂപ്പ് ലിഥിയം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ, ദെൻ സോഡിയം, പൊട്ടാസ്യം. ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അക്വസ് സൊല്യൂഷൻ ആണ്. അക്വസ് സൊല്യൂഷനാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് നടക്കുന്നത്. അക്വസ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രേറ്റഡ് അയോൺസ് ഫോം ചെയ്യും. ഇതിന് ഈ നമ്മുടെ കാറ്റയോണിന് ചുറ്റും ഹൈഡ്രേറ്റഡ് അയോൺസ് ഫോം ചെയ്യും. ഈ ഹൈഡ്രേറ്റഡ് അയോൺ ഫോം ചെയ്യുന്നത് കൂടുതലായിട്ട് കാണുന്നത് ഒരു പ്രത്യേകതയുണ്ട്, സ്മോളർ അയോൺസിലായിരിക്കും.
ഹൈഡ്രേറ്റഡ് അയോൺ ഫോർമേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അയോൺ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏറ്റവും പെട്ടെന്ന് നടക്കുക എന്ന് പറയുന്നത് എന്താണ് സ്മോളർ സൈസുള്ള അയോൺസിലായിരിക്കും. സ്മോളർ സൈസുള്ള അയോൺസിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഹൈഡ്രേറ്റഡ് അയോൺസ് കൂടുതൽ അറ്റാച്ച് ചെയ്ത് വരുന്നത് മൂലം സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കുമ്പം നമുക്ക് പറയാം ലിഥിയം സോഡിയം പൊട്ടാസ്യം നോക്കുന്ന സമയത്ത് ലിഥിയത്തിനാണ് സൈസ് കുറവ്. അതുകൊണ്ട് ഹൈഡ്രേറ്റഡ് അയോൺ ഫോം ചെയ്യും. ആ ഹൈഡ്രേറ്റഡ് അയോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന ഹൈഡ്രേറ്റഡ് അയോണിന്റെ സൈസ് എന്ന് പറയുന്നത് പക്ഷെ എന്തിൽ കൂടുതലായിരിക്കും? ലിഥിയത്തിൽ കൂടുതലായിരിക്കും ദാൻ സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, അപ്പം ഈ ഹൈഡ്രേറ്റഡ് ഫോമിലാണ് കാറ്റയോൺ എക്സ്ചേഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓർഡർ ഓഫ് റിട്ടൻഷൻ ഓഫ് കാറ്റയോൺസ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ലിഥിയത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കുറവ് ലിഥിയത്തിലായിരിക്കും സംഭവിക്കുക. പിന്നീട് സോഡിയം, അതിനുശേഷം പൊട്ടാസ്യം. അതായത് ലിഥിയം സോഡിയം പൊട്ടാസ്യം വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് റിട്ടൻഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ Li+, പിന്നെ അതിനുശേഷം Na+, അതിനുശേഷം K+. ഡയറക്റ്റ് സൈസ് എന്നുള്ള എഫക്റ്റ് എടുക്കരുത്, കാര്യം അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ട്. ഇതിപ്പം ഗേഷ്യസ് സ്റ്റേറ്റിലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന സെയിം ഓർഡറിൽ നമുക്ക് പറയാമായിരുന്നു, അല്ലേ? ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ലിഥിയം പ്ലസിന് ഏറ്റവും സൈസ് കുറവ്, ദെൻ സോഡിയം പ്ലസ്, ദെൻ K+. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ റിട്ടൻഷൻ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിട്ടൻഷൻ റേറ്റ് കുറയുമെന്നുള്ള ഫാക്ടർ വെച്ചുകൊണ്ട് നമുക്ക് പറയാം ലിഥിയത്തിനായിരിക്കും കൂടുതൽ, ലിഥിയം Li+ ആയിരിക്കും കൂടുതൽ റിട്ടൻഷൻ അല്ലെങ്കിൽ അവിടെ തന്നെ തുടരുക എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ് സംഭവം? അതായത് അക്വ സൊല്യൂഷനിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റഡ് ഫോം ചെയ്യും. ഹൈഡ്രേറ്റഡ് ഫോം എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അയോൺ ഫോം ചെയ്യും. ഈ ഹൈഡ്രേറ്റഡ് അയോൺ ഫോർമേഷൻ എന്ന് പറയുന്നത് കൂടുതൽ നന്നായിട്ട് വരുന്നത് സ്മോളർ അയോൺസിലാണ്. അപ്പം സ്മോളർ അയോൺസിൽ ഹൈഡ്രേറ്റഡ് അയോൺ ഫോം ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ലാർജറിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സൈസ് കൂടുന്നു. അതുമൂലം റിട്ടൻഷൻ കുറയുന്നു. ഓക്കെ, റിട്ടൻഷൻ കുറയുന്നു. അതുകൊണ്ട് പറയാം ലിഥിയം ആയിരിക്കും ഏറ്റവും കുറവ് റിട്ടൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ റിമെയിൻ ചെയ്യുന്നത്, പെട്ടെന്ന് റിമൂവ് ആയി പോകുന്നത് ലിഥിയം ആയിരിക്കും. ദെൻ സോഡിയം, ദെൻ പൊട്ടാസ്യം. ഓക്കെ, ഇനി നമുക്ക് വരേണ്ട അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതിന്റെ കേസാണ്, സിൽവറിന്റെ കേസിലാണ്. സിൽവറിന്റെ കേസിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിട്ടൻഷൻ നടക്കുന്നത് സിൽവറിന്റെ കേസിലാണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സിൽവർ എന്ന് പറയുന്നത് പോളറൈസബിൾ ആയിട്ടുള്ള അയോൺ ആണ്. പോളറൈസബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇലക്ട്രോൺ ക്ലൗഡിനെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഉള്ളതാണ് സിൽവർ Ag+ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് റിട്ടൻഷൻ ടൈം കൂടുതലായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ചാർജ്ഡ് റെസിൻ സൈറ്റിലേക്കുള്ള പോളറൈസ്ഡ് അയോൺസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് Ag+ എന്ന് പറയുന്നത് കൂടുതൽ സമയം റിട്ടൻഷൻ നടക്കുന്നതിനുള്ള റീസൺ. ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ പറഞ്ഞ ലിഥിയം സോഡിയം പൊട്ടാസ്യം വെച്ച് നോക്കുന്ന സമയത്ത് Ag+ എന്ന് പറയുന്നത്, Ag+ന്റെ റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത് കൂടുതലാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് Ag+ എന്ന് പറയുന്നത് പോളറൈസബിൾ അയോൺ ആണ്. പോളറൈസബിൾ അയോൺ ആയതുകൊണ്ട് തന്നെ പോളറൈസബിൾ അയോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാറ്റയോൺ സൈഡ്സിലേക്ക്, കാറ്റയോൺ അല്ലെങ്കിൽ ചാർജ്ഡ് റെസിൻ സൈഡിലേക്ക് Ag+ എന്ന് പറയുന്ന കാറ്റയോണിന്റെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ, ചാർജ്ഡ് റെസിൻ സൈഡിലേക്കുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ, പോളറൈസബിൾ അല്ലാത്ത എലമെന്റ്സ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അയോൺസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പോളറൈസബിൾ അല്ലാത്ത അയോൺസ് വെച്ച് നോക്കുമ്പോൾ ഇത് ചാർജ്ഡ് റെസിനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പറയാം റിട്ടൻഷൻ ഫാക്ടർ ഏറ്റവും കൂടുതൽ വരുന്നത്, റിട്ടൻഷൻ കൂടുതൽ ഏറ്റവും ഫാക്ടർ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ Ag+നായിരിക്കും. ഓക്കെ, ഏത് ഓർഡറിലായിരിക്കും വരിക? Ag+ ഏറ്റവും കൂടുതൽ, ദെൻ K+, Na+, ലിഥിയം പ്ലസ്, Li+. എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2014 ഡിസംബറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എമംഗ് F- Na+, O2- Mg2+ അയോൺസ്, ദോസ് ഹാവിംഗ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് അയണിക് റേഡിയ റെസ്പെക്റ്റീവ്ലി. ഹയസ്റ്റും ലോവസ്റ്റും അയണിക് റേഡിയ ഏതിനൊക്കെയാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ അയോൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ത് ഫാക്ടറിനെയാണെന്ന് പറഞ്ഞായിരുന്നു? രണ്ട് ഫാക്ടർ ഉണ്ട്. സൈസ് എന്ന് പറയുന്നത്
നെഗറ്റീവ് ചാർജ് കൂടുന്ന അനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതേസമയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പോസിറ്റീവ് ചാർജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പം നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളതായിരിക്കും ഹയസ്റ്റ് അയണിക് റേഡിയസ്. ഇവർ ആ നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളത് ഏതിനാണ്? O2 മൈനസിനാണ്. അപ്പോൾ അതിനായിരിക്കും ഹയസ്റ്റ് അയണിക് റേഡിയസ് വരിക. പിന്നെ എന്താണ്? പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് ലോവസ്റ്റ് അയണിക് റേഡിയസ് വരിക. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ Mg2+ ആണുള്ളത് അല്ലേ? പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളത് Mg2+. അപ്പം O2 മൈനസ് ഹയസ്റ്റ് അയണിക് റേഡിയയും Mg2+ എന്ന് പറയുന്ന ലോവസ്റ്റ് അയണിക് റേഡിയയും വരുന്നു. ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ ഫോളോയിങ് ആറ്റംസ്. തന്നിരിക്കുന്ന ആറ്റംസിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനാണ് എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഈ പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കാം. അത് ഗ്രൂപ്പുകൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് പീരീഡിലേക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ? അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതും അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം, ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ വരുന്ന എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നമുക്ക് കാൽസ്യം തന്നിട്ടുണ്ട് അല്ലേ? കാൽസ്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണ്. എന്താണ്? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. ദെൻ കാൽസ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ആർസനിക് ഉണ്ട്, സൾഫർ ഉണ്ട് അല്ലേ? അലൂമിനിയം, ആർസനിക്, സൾഫർ ഉണ്ട്. അലൂമിനിയം എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് വരുന്നതാണ്. ഇത് സെക്കൻഡ് 13th ഗ്രൂപ്പിൽ വരുന്നത് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓക്കെ, 13th ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ 14th ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ബോറോൺ കഴിഞ്ഞാൽ കാർബൺ ആണ്. കാർബണിന്റെ ഗ്രൂപ്പിലുള്ളതൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല. പിന്നെ കാർബൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നൈട്രജന്റെ ഗ്രൂപ്പാണ്. നൈട്രജന്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ആർസനിക് വന്നിട്ടുണ്ട് അല്ലേ? നൈട്രജന്റെ ഗ്രൂപ്പാണ്. പിന്നെ നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ, ഹാലജൻസ് വരും. പിന്നെ നമ്മുടെ എന്താണ് നോബിൾ ഗ്യാസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്കുള്ളത് 13th ഗ്രൂപ്പ് ഉണ്ട്, 14th ഗ്രൂപ്പ് ഇല്ല. 15th ഗ്രൂപ്പിനകത്ത് ആർസനിക് കൊടുത്തിട്ടുണ്ട്. അപ്പം നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്. ദെൻ 16th ഗ്രൂപ്പിൽ എന്ത് വന്നിട്ടുണ്ട്? സൾഫർ വന്നിട്ടുണ്ട്. 16th ഗ്രൂപ്പിൽ ഓക്സിജൻ, സൾഫർ. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? കാൽസ്യം വന്നിട്ടുണ്ട്, പിന്നെ അലൂമിനിയം ഉണ്ട്, ആർസനിക് ഉണ്ട്, സൾഫർ ഉണ്ട്. എന്താണ്? ഡിക്രീസിങ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഇതിലാണ് നമ്മളോട് കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യണം? നമുക്കറിയാം, ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും, സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്ന ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അക്രോസ് എ പീരീഡ് എങ്ങനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുന്നു, സൈസ് എന്ന് പറയുന്നത് കുറയുന്നു, അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കൂടുന്നു അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും? ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആളെന്ന് പറഞ്ഞാൽ സൾഫർ ആയിരിക്കും അല്ലേ? സൾഫർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇത് നോക്കി, ആർസനിക് ആയിരിക്കും. ദെൻ അലൂമിനിയം, അതിനുശേഷം കാൽസ്യം. എത്രയോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സൾഫർ, ആർസനിക്, അലൂമിനിയം, കാൽസ്യം. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഏത് ഓപ്ഷനാണ്? ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2017 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൽഡ്രഡ് റോച്ചോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആൻ എലമെന്റ് ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോവാലന്റ് റേഡിയസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കോവാലന്റ് റേഡിയസ്, ആൻഡ് തേർഡ് ഡി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇതിനകത്തൊന്നും അറിയേണ്ടതില്ല. ഇത് 2 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആൽഡ്രഡ് റോച്ചോ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആൽഡ്രഡ് റോച്ചോ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ നമ്മൾ കൈ വെച്ച് റെപ്രസെന്റ് ചെയ്യാന്ന് അറിയാലോ.
chi AR is equal to ഇക്വേഷൻ വരുന്ന ഇതാണ് 0.359 into Z effective divided by R square plus 0.744. ഇതിനകത്ത് ഇസഡ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ആർ എന്ന് പറയുന്നത് കോവാലന്റ് റേഡിയസുമാണ്. ഇത് വെച്ച് നമുക്ക് ഡയറക്റ്റ് തന്നെ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കൈ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനാണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ഇത് ശരിയാണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കോവാലന്റ് റേഡിയസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കോവാലന്റ് റേഡിയസ്, സിയും കറക്റ്റ് ആണ്. അപ്പം എ ആൻഡ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഗ്രൂപ്പ് ഗിവൺ ബിലോ. 2018 ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ്. CF3 ഗ്രൂപ്പ് ഹാസ് ഗ്രേറ്റർ വാല്യൂ ദാൻ ദാറ്റ് ഓഫ് NF2. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നതാണ്. CF3 എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് NF2വിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, കാർബൺ എവിടെയാ വരുന്നത്? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ അല്ലേ? എവിടേക്കാണ്? കാർബൺ കഴിഞ്ഞതിന് ശേഷമാണ് നൈട്രജൻ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ എന്ന് പറയുന്നതായിരിക്കും, നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുതൽ. ഓക്കെ, അത് കൂടാതെ തന്നെ ശ്രദ്ധിക്കുക, നൈട്രജനകത്ത് 2 ഫ്ലൂറിൻ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നൈട്രജനിൽ 2 ഫ്ലൂറിൻ ഗ്രൂപ്പ് ഉണ്ട്, അതായത് 2 ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ട്. നൈട്രജനും ഇലക്ട്രോനെഗറ്റീവ് ആണ് കാർബണെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം CF3യുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നൈട്രജന്റെ അല്ലെങ്കിൽ NF2ന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെക്കാളും കുറവായിരിക്കും. അപ്പം ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ NH2 ഗ്രൂപ്പ് ഹാസ് ലോവർ വാല്യൂ ദാൻ ദാറ്റ് ഓഫ് NF2. അത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം എന്താണ്? NH2 എന്ന് പറയുമ്പോഴത്തേക്കും 2 ഹൈഡ്രജൻ ആണ്, അവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഒന്നും വരുന്നില്ല. NF2ന് എന്തുണ്ട്? 2 ഫ്ലൂറിൻ ഗ്രൂപ്പ് ഉണ്ട്, ഫ്ലൂറൈഡ് ഗ്രൂപ്പ് ഉണ്ട്. F എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പറയാം NF2ന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് NH2വിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു പറയാം NH2 ഗ്രൂപ്പ് ഹാസ് ലോവർ വാല്യൂ ദാൻ NF2. ഇത് ശരിയാണ്. ബി എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയാണ്. ദെൻ OH ഗ്രൂപ്പ് ഹാസ് ഗ്രേറ്റർ വാല്യൂ ദാൻ ദാറ്റ് ഓഫ് NF2. OH നോക്കിയേ, OHന് ഗ്രേറ്റർ വാല്യൂ വരുമോ? കാര്യം O എന്ന് പറയുന്നത് നൈട്രജന് ശേഷമാണെങ്കിൽ പോലും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അതിനകത്ത് OH ഇവിടെ നമ്മൾ മുകളിലത്തെ കേസ് പറഞ്ഞ പോലെ ഇവിടെ ഒരു H ആണ് വരുന്നത്. അതേസമയം ഇവിടെ 2 ഫ്ലൂറിൻ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനും സി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. ദെൻ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ CH3 C2H5 ഗ്രൂപ്പ് ഹാവ് ഓൾമോസ്റ്റ് സിമിലർ വാല്യൂസ്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലും സിമിലർ വാല്യൂസ് തന്നെയാണ് വരിക. ഏകദേശം ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ആ ആൻസറും കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഏത് വരും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അതായത് ആക്ച്വലി ഈ ആൻസറിലേക്ക് എത്താൻ ഇത് എല്ലാ ഓപ്ഷനും വരുന്നത് നോക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബി ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ല. ഇപ്പൊ 4 എണ്ണത്തിനകത്തും ബി വരുന്നുണ്ടെങ്കിൽ പോലും എ തെറ്റായപ്പോൾ തന്നെ ഈ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ സി തെറ്റായപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടിത്തന്നു. ഡിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ 2020 ചോദിച്ചാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ആൽഡ്രഡ്-റോച്ചോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൈ AR എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കൈ ARന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ഇക്വേഷൻ? 0.359 into Z effective divided by R square plus 0.744. ആ ഇക്വേഷൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത്. അതനുസരിച്ചിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ AR is directly proportional to Z effective and inversely proportional to square of covalent radius. അതനുസരിച്ചിട്ട് നമുക്കറിയാം ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തതും ശരിയാണ്, പിന്നെന്ത് ശരിയാണ്? ലാസ്റ്റ് നാലാമത്തതും ശരിയാണ്. 1 and 4 വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എമംഗ് ദ ഫോളോയിങ് പെയർസ് ഓക്സിജൻ സൾഫർ, നൈട്രജൻ ഫോസ്ഫറസ്, ഫോസ്ഫറസ് ആർസനിക്, ക്ലോറിൻ അയഡിൻ,
those in which first ionization energies differ by more than 300 kilojoule per mole are. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന എലമെന്റ്സ് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. നമുക്ക് ഓക്സിജൻ സൾഫർ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് ആദ്യം വരുന്നത്? നൈട്രജൻ ആണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്. ഓക്കെ, then oxygen, sulfur, then fluorine, chlorine, bromine, iodine. ഓക്കെ, ഇനി ഇങ്ങനെയാണ്, ഇത്രയും ഗ്രൂപ്പുകളാണ്. ഓക്സിജൻ ഏതൊക്കെയാണ് വന്നേക്കുന്നത് നോക്കാം നമുക്ക്. ഏത് പറഞ്ഞിട്ടുണ്ട്? ഓക്സിജൻ സൾഫർ പറഞ്ഞിട്ടുണ്ട്, ദെൻ ക്ലോറിൻ അയഡിൻ പറഞ്ഞിട്ടുണ്ട്, ദെൻ ഫോസ്ഫറസ് ആർസെനിക് പറഞ്ഞിട്ടുണ്ട്. ഫോസ്ഫറസ് ആർസെനിക്കും അതിനുശേഷം വേറെ ഉള്ളത് അടുത്തതെന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി 300 കിലോജൂൾ പെർ മോളിനേക്കാൾ കൂടുതൽ വരുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതൽ വരുന്നത് 300 എന്നുള്ള വാല്യൂവിനെ കുറിച്ച് ബോധരാവേണ്ട. 300-നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഹൈ വാല്യൂ വരുന്നത് ഏത് പെയറിനായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? എന്തായിരിക്കും ചെയ്യുക? അതായത് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നത് മൂലം അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ അയണൈസേഷൻ എനർജിയും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു. അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിഫറൻസും എന്ത് സംഭവിക്കും? ഡിഫറൻസും കുറയും, അല്ലെ? ഡിഫറൻസ് അപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും ഡിഫറൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും, അല്ലെ? അപ്പൊ ഇനിയിപ്പം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായിരിക്കും? ഇപ്പം ക്ലോറിൻ അയഡിൻ നോക്കുമ്പോഴത്തേക്ക് നോക്കിയേ, ക്ലോറിൻ അയഡിൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ, ഇത് ആക്ച്വലി ചെയ്ത് സെക്കൻഡ് പീരീഡും, ഇത് തേർഡ് പീരീഡും, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. ക്ലോറിൻ അയഡിൻ എന്ന് പറഞ്ഞാൽ തേർഡും ഫിഫ്ത്തും തമ്മിലുള്ള ഡിഫറൻസാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ഓൾറെഡി അയണൈസേഷൻ എനർജി കുറവാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസും കുറവായിരിക്കും. അപ്പം ക്ലോറിൻ അയഡിൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തുനിന്ന് കളയാം. അതുപോലെ തന്നെയാണ് ഈ നൈട്രജൻ വെച്ച് നോക്കുമ്പോൾ ഫോസ്ഫറസ് ആർസെനിക് എന്ന് പറയുന്നതിന്റെ കേസും താഴേക്കാണ് വരുന്നത്. അതായത് തേർഡും ഫോർത്തും തമ്മിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും. ഏറ്റവും സെക്കൻഡും ബാക്കിയുള്ള രണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് നൈട്രജൻ ഫോസ്ഫറസ് ആണ്. അതെന്ന് പറയുന്ന സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡുമാണ്. ഓക്സിജൻ സൾഫർ ആണ്, അതും സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡുമാണ്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് എന്താണ് എനർജി കൂടുതലായിട്ട് 300 കിലോ ജൂളിനേക്കാൾ കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതിൻ്റെയൊക്കെ ആയിരിക്കും? ഒന്ന് നൈട്രജൻ ഫോസ്ഫറസ് പെയർ, നൈട്രജൻ ഫോസ്ഫറസ് പെയർ 2, അതുപോലെ തന്നെ ഓപ്ഷൻ 2, പിന്നെ ഓക്സിജൻ സൾഫർ പെയർ ഓപ്ഷൻ 1. 1 and 2 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മുടെ കറക്റ്റ്. ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് പ്രോപ്പർട്ടീസിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഒരു അയണൈസേഷൻ എനർജി വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Which of the following pair has highest difference in first ionization energy? ഫസ്റ്റ് അയണൈസേഷൻ എനർജിയിൽ ഹയസ്റ്റ് ഡിഫറൻസ് കാണിക്കുന്നത് ഏത് പെയറിനായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീഷ്യം, റുബീഡിയം, പൊട്ടാസ്യം, സോഡിയം. ഓക്കെ, അതാണ് തന്നേക്കുന്നത്. ഒരു സെറ്റിൽ സീഷ്യം, റുബീഡിയം, പൊട്ടാസ്യം, സോഡിയം. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് സെനോൺ, ക്രിപ്റ്റോൺ, ആർഗൺ, നിയോൺ. ഇതെല്ലാം തന്നെ സെനോൺ, ക്രിപ്റ്റോൺ, ആർഗൺ, നിയോൺ എന്ന് പറയുന്നത് 18th ഗ്രൂപ്പ് എലമെന്റ്സും, അതേസമയം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എന്ന് പറയുന്നത് സീഷ്യം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, 18th ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 1-ലുള്ളതിനെ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ എഴുതുക, ഗ്രൂപ്പ് 18-ലുള്ളതിനെ കൊടുക്കാം. ഗ്രൂപ്പ് 1-നകത്ത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, ദെൻ 18th ഗ്രൂപ്പിലുള്ളതിനെ
നമുക്ക് ഇവിടോട്ട് കൊടുക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. എന്നിന്റെ വലുപ്പം ഇത്തിരി കൂടിപ്പോയതാണ്. RHLRN ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഏത് പേരിനാണ് ഹയസ്റ്റ് ഡിഫറൻസ്, ഫസ്റ്റ് അയനൈസേഷൻ എനർജിയുടെ ഹയസ്റ്റ് ഡിഫറൻസ് വരിക എന്നുള്ളത്. നമ്മൾ പറഞ്ഞൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡൗണിൽ താഴേക്ക് പോകുന്ന സമയത്ത് അയനൈസേഷൻ എനർജി കുറയുന്നു, അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എനർജി ഡിഫറൻസും കുറയുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷനുകളാണ്. സെനോൺ, സീഷ്യം തന്നിട്ടുണ്ട് അല്ലേ, ഇത് രണ്ടും തന്നിട്ടുണ്ട്. സെനോൺ, സീഷ്യം തന്നിട്ടുണ്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ റുബീഡിയം, ക്രിപ്റ്റൺ തന്നിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ആർഗൺ, പൊട്ടാസ്യം തന്നിട്ടുണ്ട്. ദെൻ നിയോൺ, സോഡിയം തന്നിട്ടുണ്ട്. ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? സ്വാഭാവികമായിട്ടും നിയോൺ, സോഡിയം ആയിരിക്കും. കാര്യം മുകളിൽ നിൽക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാ, നിയോണും സോഡിയം തന്നെയാണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം ആൻസർ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂൺ 17 വന്നതാണ്. ദ ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഈസ് ലോവസ്റ്റ് ഫോർ ബ്രോമിൻ തന്നിട്ടുണ്ട്, സെലീനിയം, ഫോസ്ഫറസ്, ആർസനിക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ വരുന്ന അനുസരിച്ചിട്ട് എഴുതാം. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി അല്ലേ, അതൊരു ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ ഓക്സിജൻ, സൾഫർ, സെലീനിയം, തെലൂറിയം. ദെൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ താഴോട്ട് വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം ഏതൊക്കെ ഏതാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്, ഏതൊക്കെ ആറ്റംസ് ആണ് എലമെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്. ബ്രോമിൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബ്രോമിൻ ഉണ്ട്. സെലീനിയം പറഞ്ഞിട്ടുണ്ട്, ഫോസ്ഫറസ് പറഞ്ഞിട്ടുണ്ട്, ആർസനിക് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഏതിനായിരിക്കും വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫോസ്ഫറസ് എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അയനൈസേഷൻ എനർജി കൂടുതലായിരിക്കും, സ്വാഭാവികമാണ്. അപ്പൊ ഫോസ്ഫറസിനെ നമുക്ക് മാറ്റി. പിന്നുള്ളത് ആർസനിക് ഉണ്ട്, സെലീനിയം ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നൈട്രജൻ ഗ്രൂപ്പുകളിൽ വരുന്ന സമയത്ത് ഒരു നൈട്രജന്റെ ഗ്രൂപ്പിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുണ്ട്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ P3 ആണ് വരുന്നത് അല്ലെ. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, സോറി, അതിലേക്ക് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡൗൺ ദ ഗ്രൂപ്പ് അയനൈസേഷൻ എനർജി കുറയുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേനും അയനൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യേണ്ടത്. അയനൈസേഷൻ എനർജി ലെഫ്റ്റിൽ നിന്ന് പീരീഡിൽ പോകുന്ന സമയത്ത് മൂവിങ് അക്രോസ് എ പീരീഡിൽ നമുക്ക് അയനൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക സ്വാഭാവികമായിട്ടും ആർസനിക്കിനായിരിക്കും ലോവസ്റ്റ് അയനൈസേഷൻ എനർജി എന്നായിരിക്കും, ഫസ്റ്റ് അയനൈസേഷൻ എനർജി. പക്ഷേ ഈ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ P3 ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്റ്റേബിൾ ഓർബിറ്റൽസ് ആണ്. അവിടെ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കളയുക എന്നുള്ളത് ഇത്തിരി ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഫസ്റ്റ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് സെലീനിയത്തിനായിരിക്കും കൂടുതൽ, അല്ല സോറി കുറവ് വരുന്നത് സെലീനിയത്തിനായിരിക്കും ആർസനിക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേന്. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ട എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതിന്റെ അയനൈസേഷൻ എനർജി എപ്പോഴും കൂടുതലായിരിക്കും, അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് ഏത് ഓപ്ഷൻ കിട്ടി? സെലീനിയം എന്ന് പറയുന്നത് ബി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ elements zinc, gallium, germanium and arsenic, the one with the lowest first ionization energies. 2018 ജൂണിൽ ചോദിച്ചതാണ് ഏതിനായിരിക്കും ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തന്നേക്കുന്നത്. ഗാലിയം, ജർമേനിയം, ആർസനിക്, സിങ്ക് തന്നിട്ടുണ്ട്. എൻ്റെ പറഞ്ഞ പോലെ എവിടെയാണ് എലമെന്റ് വരുന്നത് എന്നുള്ള എലമെന്റ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് എഴുതേണ്ടതുണ്ട്. സിങ്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലെ ലാസ്റ്റ് എലമെന്റ് ആണ്, നമുക്കറിയാം. സിങ്ക് കൊടുത്തു. ദെൻ ബോറോൺ, അലൂമിനിയം, ഗാലിയം അല്ലേ, സിങ്കിന്റെ കൂടെ വരും. കാർബൺ,
സിലിക്കൺ, ജർമേനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനേറ്റ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഒറ്റ റോയിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതിനായിരിക്കും ഏറ്റവും ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനായിരിക്കും? ഇതിനകത്തും സെയിം കണ്ടീഷൻ ഓർക്കാം. സിങ്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരുന്നത്? 4s2 3d10 കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലാണ്. നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അയനൈസേഷൻ എനർജി ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോലും സിങ്കിന്റെ കേസിൽ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കമ്പയർഡ് ടു ആർസനിക്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡർ എന്ന് പറയുന്നത് സിങ്ക്, ആർസനിക്, ജർമേനിയം, ഗാലിയം. അതനുസരിച്ചിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, the first ionization potential of three successive elements in the periodic table are 1086, 1402 and 1314 kilojoule per mole respectively. The elements are ഏതൊക്കെയാണ് എലമെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നേക്കുന്നതനുസരിച്ചിട്ട് ഫസ്റ്റ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടിയാണ് പോകുന്നത് അല്ലേ. 1086 1402 അല്ല, ആദ്യം 1086ൽ നിന്ന് കൂടുന്നു, പിന്നെ അതിന് ശേഷം ചെറിയതായിട്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്, 1314 ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ഏതായിരിക്കും? എലമെന്റ്സിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ബോറോൺ, കാർബൺ, നൈട്രജൻ തന്നിട്ടുണ്ട്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇതെല്ലാം തന്നെ സെക്കൻഡ് പീരീഡിന് വരുന്ന എലമെന്റ്സ് ആണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇത്രയാണ് വരുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് അയനൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അയനൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നൈട്രജൻ എന്ന് പറയുന്നത്, നൈട്രജന്റെ കേസിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എനർജി ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. നൈട്രജനേക്കാളും കുറവായിരിക്കും ഓക്സിജന്റെ അയനൈസേഷൻ എനർജി. അപ്പൊ അതനുസരിച്ച് ഓർഡർ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നിയോൺ, ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ബോറോൺ. ഇനി നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മുടെ വാല്യൂ നോക്കാം. 1086 വന്നിട്ടുണ്ട്, 1402 വന്നിട്ടുണ്ട്, ദെൻ 1314 വന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും സാധാരണ ഇൻക്രീസ് ചെയ്ത് പോകുന്ന പോലെ തന്നെ പോകുന്നു. പക്ഷെ മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് കുറവാണ് വരുന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കണം? ഈ നൈട്രജൻ ഓക്സിജൻ ഡിഫറൻസ് അല്ലേ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ബാക്കി എല്ലാത്തിൻ്റെയും യൂഷ്വൽ രീതിയാണ് പോകുന്നത്. കാർബൺ, നൈട്രജൻ, ബോറോൺ, കാർബൺ, നൈട്രജൻ ഒരേ രീതിയിൽ പോകുന്നു. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് നോക്കിയേ, ഈ ഡിഫറൻസ് ഇവിടെ വരില്ല. കാർബൺ, നൈട്രജൻ തമ്മിലാണ് ഡിഫറൻസ്, കുറവ് വരേണ്ട കാര്യമില്ല. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ നോക്കുന്ന സമയത്ത് ഇതിന് 1086, നൈട്രജൻ അതിനേക്കാൾ കൂടുതൽ. പക്ഷേ എന്ത് ചെയ്യും? ഓക്സിജൻ എന്ന് പറയുന്നത് നൈട്രജനേക്കാൾ കുറച്ച് കുറവ് വരണം. അങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലേ. അടുത്ത സെറ്റ് നോക്കിയേ, 1086 നൈട്രജന് വന്നാൽ 1402 പറ്റില്ല ഓക്സിജൻ. അങ്ങനെ ഒരു ഓപ്ഷനും പറ്റില്ല. ഓക്കെ, ദെൻ ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ വരുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം ഇതുപോലെ തന്നെ നിയോണിന് ഇത്രയും കുറയേണ്ട കാര്യവും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, correct statement or statements among the following with respect to ionization energy is or are: IE1 plus IE2 plus IE3 for indium is more than that of aluminium.
E1 of scandium is higher than that of cobalt. E1 of gallium is lower than that of selenium. E1 of nitrogen is greater than that of oxygen. ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷനുകളാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഇതുപോലെ തന്നെ സാധാരണ എപ്പോഴും എഴുതുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, എലമെന്റ്സ് എഴുതുക, ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് വെച്ച് എഴുതുക. ഏതൊക്കെയുണ്ട്? ബോറോൺ ഇല്ല, അലൂമിനിയം ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, ഇൻഡിയം ഉണ്ട്, സെലീനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഗാലിയം, സ്കാൻഡിയം. ഓക്കെ, അപ്പം നമുക്കറിയാം ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അല്ലേ? താലിയം ആവശ്യമില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. ദെൻ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. അതുകൂടെ കൊടുത്തേക്കാം, പൊളോണിയം കൊടുക്കുന്നില്ല. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഇൻഡിയം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇൻഡിയം ഉണ്ട്. ഇൻഡിയം ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് I1, I2 ആൻഡ് I3 എന്ന് പറയുന്നത്. ഇന്ത്യത്തിന്റെ I1, I2 പ്ലസ് I3 എന്ന് പറയുന്നത് അലൂമിനിയത്തേക്കാൾ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്താണ് പറയാനുള്ളത്? ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഇന്ത്യത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും അലുമിനിയത്തേക്കാൾ കൂടുതൽ വരാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ I1 ഓഫ് സ്കാൻഡിയം ഈസ് ഹയർ ദാൻ ഓഫ് കൊബാൾട്ട്. കൊബാൾട്ടിനേക്കാൾ കൂടുതലാണ് I1 എന്ന് പറഞ്ഞാൽ. അതിന് കൊബാൾട്ടിന്റെയും കൂടെ എഴുതാനുണ്ട് അല്ലേ? കൊബാൾട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എവിടെയായിരിക്കും വരുന്നത്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, ആ ഒരു പോർഷനിലാണ് വരുന്നത്. ഞാനതുകൂടെ കൊടുക്കാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ. ഓക്കെ, അതെന്തായാലും നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? സ്കാൻഡിയത്തിന്റെ വാല്യൂ I1 എന്ന് പറയുന്ന ഹയർ ദാൻ ദാറ്റ് ഓഫ് കൊബാൾട്ട്. പറ്റുമോ? ലെഫ്റ്റ് ടു റൈറ്റ് അയനൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്കാൻഡിയം ലെഫ്റ്റ് സൈഡിലും കൊബാൾട്ട് എന്ന് പറയുന്ന റൈറ്റ് സൈഡിലും ആയിട്ടുമാണ് വരുന്നത്. അപ്പം കൊബാൾട്ടിന്റെ അയനൈസേഷൻ എനർജിയാണ് ഗ്രേറ്റർ ദാൻ സ്കാൻഡിയം ആവേണ്ടത്. അപ്പം ആ ആൻസർ എന്ന് പറയുന്നത് അതെന്ന് പറയുന്ന ആ ഓപ്ഷനും തെറ്റാണ്. ദെൻ I1 ഓഫ് ഗാലിയം ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് സെലീനിയം. ഗാലിയത്തിന്റെ I1 എന്ന് പറയുന്നത് സെലീനിയത്തിനേക്കാൾ കുറവാണ്. ആണോ? എന്തായിരിക്കും പറയുക? എന്തായിരിക്കും പറയാനുള്ളത്? ഗാലിയം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണല്ലേ നിൽക്കുന്നത്. ഗാലിയം ലെഫ്റ്റ് സൈഡിലാണ്, സെലീനിയം റൈറ്റ് സൈഡിലാണ്. അങ്ങനെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഗാലിയത്തിന്റെ I1 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെലീനിയത്തെക്കാളും കുറവായിരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് കൂടുമ്പോൾ അയനൈസേഷൻ എനർജി കൂടുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റിൽ നിൽക്കുന്നതിന് കുറവായിരിക്കും. അല്ലാത്ത കണ്ടീഷൻ എപ്പോഴാണ്? ഹാഫ് ഫിൽഡ് അല്ലേ കംപ്ലീറ്റ്ലി ഫിൽഡ് വരുമ്പോഴത്തേന്. ഇവിടെ ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലോ ഫിൽഡോ അല്ല. അപ്പം ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ I1 ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജനേക്കാളും, അത് ഓൾറെഡി നമ്മൾ മുമ്പിലത്തെ കേസിൽ പറഞ്ഞാണ്, നൈട്രജന്റെ I1 എന്ന് പറയുന്നത് ഓക്സിജനേക്കാൾ കൂടുതലാണെന്നുള്ളത്. എന്തുകൊണ്ടാണ്? നൈട്രജന്റെ കേസിൽ ഹാഫ് ഫിൽഡ് P3 ഓർബിറ്റിൽ വരുന്നുണ്ട്. P3 വരുന്നത് കൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും ഓക്സിജനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം 3 and 4 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നമ്മുടെ B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ദ ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഓഫ് ദ മെറ്റൽസ് ഫോളോസ് ദ ഓർഡർ. 2020 ജൂൺ 2020 ചോദിച്ച ചോദ്യമാണ്. അതിനകത്ത് നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് തേർഡ് സീരീസിൽ വരുന്നതാണ്. സിങ്ക്, കാഡ്മിയം, 3D സീരീസ്, 4D സീരീസ്, 5D സീരീസിൽ വരുന്നതാണ് മെർക്കുറി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേനും അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? അയനൈസേഷൻ എനർജി ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറി ഗോൾഡ് പോലുള്ള ഹയർ ആറ്റോമിക് നമ്പർ ഉള്ള കേസിൽ, ആറ്റോമിക് നമ്പർ ഉള്ള എലിമെന്റ്സിന്റെ കേസിൽ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയും. റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് മൂലം അതെന്താണെന്ന് വെച്ചാൽ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ്, അതിൻ്റെ ഹയർ ആറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സ് റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് കാണിക്കും എന്ന് പറയും. എന്ന് വെച്ചാൽ അതായത് ഹയർ ആറ്റോമിക് നമ്പറിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏകദേശം നല്ല സ്പീഡിൽ മൂവ്, ഇന്നർ ഇലക്ട്രോൺസ് മൂവ് ലൈറ്റിന്റെ ഒരു സ്പീഡിനോട്
ചേർന്ന് പോകുന്ന സ്പീഡിലേക്ക് എൻ്റർ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മാസ് എന്ന് പറയുന്ന ആ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആസ് ദ ഇലക്ട്രോൺ അപ്രോച്ചസ് ദ ലൈറ്റ് സ്പീഡ് ദെയർ മാസ് ഇൻക്രീസസ് ആൻഡ് ദെയർ ഓർബിറ്റൽ കോൺട്രാക്ട്സ് ടു സ്റ്റെബിലൈസ്. ഓക്കെ, കോൺട്രാക്ട് ചെയ്യുന്നു, അതുവഴി സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഓക്കെ, അത് എസും പി ഓർബിറ്റലിൽ പ്രത്യേകിച്ചും എന്ത് സംഭവിക്കുന്നു, കോൺട്രാക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അപ്പം കോൺട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ സൈസ് കുറയും. സൈസ് കുറഞ്ഞു കഴിയുമ്പോഴത്തേന് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് കൂടും. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഐൻസ്റ്റൈൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് ലൈറ്റ് സ്പീഡിനോട് അപ്രോച്ച് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിന്റെ മാസ് ഇൻക്രീസ് ചെയ്യും, അതിന്റെ ഓർബിറ്റൽസ് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്നത് വഴി അത് സ്റ്റെബിലൈസ്ഡ് ആവും. സ്റ്റെബിലൈസ്ഡ് എസ്പെഷ്യലി എസ് ആൻഡ് പി ഓർബിറ്റൽസ് കോൺട്രാക്ട് ചെയ്യും. അതുമൂലം എന്ത് സംഭവിക്കും, അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് അയനൈസേഷൻ ഓഫ് എനർജി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് സിങ്കും കാഡ്മിയം വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. സാധാരണ ഇതല്ല ഫോളോ ചെയ്യുന്നത്. മെർക്കുറിക്കായിരിക്കും ഫസ്റ്റ് അയനൈസേഷൻ എനർജി കൂടുതൽ, അതിനുശേഷം ആർക്കായിരിക്കും, സിങ്ക്, അതിനുശേഷം കാഡ്മിയം. ഓപ്ഷൻ അനുസരിച്ച് മെർക്കുറി, സിങ്ക്, കാഡ്മിയം എന്ന് പറയുന്നത് ബി ആണ് വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഗോൾഡ്, മെർക്കുറി പോലത്തെ കേസുകളിൽ ഈ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് സംഭവിക്കുന്നത് മൂലം. ഓക്കെ, The correct statement regarding the following physical properties is നെറ്റ് ജൂൺ 2022 ചോദിച്ച ചോദ്യമാണ്. ബോണ്ട് ഓർഡർ ഫോളോസ് Li2 പ്ലസ് ഗ്രേറ്റ് ലെസ് ദാൻ C2 ലെസ് ദാൻ B2 ലെസ് ദാൻ N2. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ തൽക്കാലം ബോണ്ട് ഓർഡർ വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, Li2ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് വരുന്നത് 1 ആണ്. C2ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. B2ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. N2ന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് N2 ആണ്, ദെൻ C2, ദെൻ B2ഉം Li2നും സെയിം തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ മെൽറ്റിംഗ് പോയിന്റ് ഫോളോസ് NH3, PH3, ASH3, SbH3 ഓർഡർ. ഈ ഒരു ഓർഡർ ആണോ ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് NH3ക്കകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൂടും. സ്വാഭാവികമായിട്ടും NH3 ലീസ്റ്റായി വന്നപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇനി പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഫോളോസ് അലൂമിനിയം, സിലിക്കൺ. അലൂമിനിയത്തിന് ഏറ്റവും കുറവ്, സിലിക്കൺ, സൾഫർ ആൻഡ് ഫോസ്ഫറസ്. അത് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ. പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ ഇലക്ട്രോനെഗറ്റിവിറ്റി തന്നെയാണ്. ഇതിന്റെ ഓർഡർ ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ എന്നുള്ള രീതിയിലാണ് വരേണ്ടത് അല്ലേ. അതിന് പകരം ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ, സൾഫർ, ഫോസ്ഫറസ് എന്നുള്ള രീതിയിൽ. അപ്പം ഇതും തെറ്റാണ്. ഇനിയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഫോളോസ് ലിഥിയം, ബോറോൺ, ബെർലിയം, കാർബൺ എന്നാണ് കൊടുത്തേക്കുന്നത്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ എഴുതി നോക്കാം. അതിനകത്തുള്ള പ്രത്യേകത എന്താണ്, നമുക്ക് ഇതിനകത്ത് 2s1 ആണ് വരുന്നത്, ബെർലിയത്തിനകത്ത് 2s2 വരുന്നു, ബോറോൺ 2p1, 2p2. നോക്കിയേ, ബെർലിയത്തിന്റെ കേസിൽ എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ അയനൈസേഷൻ എനർജി കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് ബെർലിയത്തിനായിരിക്കും കൂടുതൽ വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയാം ലിഥിയത്തിന്, ദെൻ ബോറോൺ, അതിനുശേഷം ബെർലിയം, അതിനുശേഷം കാർബൺ. അതുകൊണ്ട് നമുക്ക് പറയാം ഡി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് ജൂൺ 22 ചോദിച്ച ചോദ്യമാണ്. ദ അയനൈസേഷൻ എനർജി IE1 to IE5 of S and or P block elements X, Y, Z are given below. IE1 to IE5 വരെ തന്നിട്ടുണ്ട്. X-ന്റെ അയനൈസേഷൻ എനർജി 1086, 2353, 5620, 6223, 3783. നോക്കിയേ, പെട്ടെന്ന് എന്തായിട്ട് മാറി, 6000 റേഞ്ചിലിരുന്നത് എന്തായിട്ട് മാറി, പെട്ടെന്ന് 37,830 എന്നുള്ള വാല്യൂ. അതായത് അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദി അയനൈസേഷൻ എനർജി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഇലക്ട്രോൺ ചിലപ്പോൾ, അതായത് ഇപ്പം ഇതുവരെ ആ ഒരു 4th ലെവൽ വരെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത ഒരു ഓർബിറ്റൽ, അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഓർബിറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു. ഇനി റിമൂവ് ചെയ്യേണ്ടത് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഏതോ ഒരു ഓർബിറ്റലിൽ നിന്നാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡും
ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ എനർജി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇതിപ്പോൾ 2000 ഡിഫറൻസ് അല്ലെങ്കിൽ 1000 ഡിഫറൻസ് 2000 ഡിഫറൻസ് അങ്ങനെ പോകുന്നുള്ളൂ. അതേസമയം ഇവിടെ നിന്ന് 6223യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എത്രയായിരുന്നു 37,000ലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് പറയാം ഇവിടം വരെ ഉള്ളത് കംപ്ലീറ്റ്, അതായത് ഇലക്ട്രോൺസിനെ കളഞ്ഞതിന് ശേഷം 4 ഇലക്ട്രോൺസിനെ കളഞ്ഞതിന് ശേഷം 5ാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഏതോ ഒരു ഓർബിറ്റലിൽ നിന്നാണ് എടുത്തതെന്ന് വിചാരിക്കാം. സപ്പോസ് ഇപ്പം 4 ഇലക്ട്രോൺ പി ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പി ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഇനി അടുത്തത് പിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന എസിൽ നിന്നാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, എസിൽ നിന്ന് എടുക്കേണ്ടപ്പോഴത്തേന് എന്ത് സംഭവിക്കും, കൂടുതൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ എനർജി വേണം, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞപ്പം ഔട്ടർ ഇതിൽ ചോദിച്ചേക്കുന്നത് എന്താണ്, എക്സിനകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് എത്ര, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എക്സ്, വൈ ആൻഡ് ഇസഡ്. വി വാലൻസ് VLENC ആണ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം എക്സിനകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ ഇലക്ട്രോൺ പോയപ്പോൾ ഈ എനർജി, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫില്ലിൽ നിന്ന് പോകേണ്ടത് കൊണ്ടാണ് ഈ ഒരു വാല്യൂ വരുന്നത്. ഇനിയും വൈക്കകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. 800, 2427, 3060, ദെൻ ഡയറക്റ്റ് 3000ൽ നിന്ന് 25,000ലേക്ക്. അപ്പൊ അതുകൊണ്ട് പറയാം വൈ കണ്ടെയ്ൻസ് 3 വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. പിന്നെ ഇസഡിന്റെ കേസിൽ നോക്കിയാൽ 496ൽ നിന്ന് ഡയറക്റ്റ് എന്തിലേക്കാണ് പോയേക്കുന്നത്, 496ൽ നിന്നാണ് 4562ലേക്ക്. അതായത് 100 റേഞ്ചിൽ വരുന്ന അല്ലെ 400 റേഞ്ചിൽ വരുന്നതിൽ നിന്ന് ഡയറക്റ്റ് എന്തായിട്ട് 4000ലേക്ക് മാറി. അപ്പൊ എന്ത് പറയാൻ പറ്റും, ഇസഡിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Next question. The correct order of second ionization enthalpies is 2023 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് നല്ലതായിരിക്കും. എന്താണ്, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. ബെർലിയത്തിന്റെ കേസിൽ 2s2 ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബോറോണിന്റെ കേസിൽ 2p1, കാർബൺ 2p2, നൈട്രജൻ 2p3. ഓക്കെ, ആദ്യത്തെ ഇലക്ട്രോൺ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ അതെന്തായിട്ട് മാറും, 2s1 ആവും. ഇത് ഇനി ബാക്കി നിൽക്കുന്നതെന്ന് 2pയിൽ നിന്ന് 0 ഇലക്ട്രോൺ പോയി. പിന്നെ ബാക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2s ആയിരിക്കും അല്ലെ. 2s2 ഇലക്ട്രോൺ കാണും. ഇവിടെ എന്താണ് 2p1, ദെൻ 2p2. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ഓർഡർ ഓഫ് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി. സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പിയുടെ കറക്റ്റ് ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഏതിനാണ്, ഏറ്റവും കുറവ് ഏതിനാണ് വരുന്നതെന്നുള്ളത്. എങ്ങനെ പറയും, നമുക്കറിയാം നൈട്രജന്റെ കേസിൽ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. നൈട്രജൻ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നൈട്രജന് സ്വാഭാവികമായിട്ടും ഹയർ അയനൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും നൈട്രജൻ. ഓക്കെ, ദെൻ കാർബൺ ആണോ ബോറോൺ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബോറോണിന്റെ കേസിൽ എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റലിൽ നിന്നാണ് ഇലക്ട്രോണിനെ വലിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബോറോണിന്റെ അയനൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും കാർബണിനെക്കാട്ടും. കാർബൺ, ദെൻ ബെർലിയം. ഇത് ഏത് ഓപ്ഷനാണ് വരുന്നത്, നൈട്രജൻ, ബോറോൺ, കാർബൺ, ബെർലിയം, ഡി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. The difference in the second ionization energies of lithium, sodium, beryllium, magnesium, boron, aluminum and nitrogen, phosphorus are x1, x2, x3, x4. അതായത് ലിഥിയം സോഡിയം കപ്പിളിൻ്റെത് x1 എന്ന് കൊടുക്കുന്നു, മറ്റേത് x2, അടുത്ത x3, അടുത്ത x4. ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ സെക്കൻഡ് അയനൈസേഷൻ എനർജി. സെക്കൻഡ് അയനൈസേഷൻ എനർജിയുടെ ഡിഫറൻസ് ഓർഡർ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലിഥിയം സോഡിയം എന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ്. ലിഥിയം സോഡിയം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലേ. അതിനെ എഴുതാം, ലിഥിയം സോഡിയം 2s1, 3s1. ഓക്കെ, ദെൻ ബെർലിയം മഗ്നീഷ്യം 2s2, 3s2. ദെൻ ബോറോൺ അലൂമിനിയം 2p1, 3p1. Nitrogen phosphorus 2p3, 3p3. അത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, കറക്റ്റ് ഡിഫറൻസ് ഇൻ സെക്കൻഡ് അയനൈസേഷൻ എനർജി. സെക്കൻഡ് അയനൈസേഷൻ എനർജിയാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇതെന്തായിട്ട് മാറും, 2s1 എന്നുള്ളത് തിരിച്ച് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ 1s2 ആയിട്ട് മാറും.
ഇതെന്തായിട്ട് മാറും? ഇതിൻ്റെത് 2p6 ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വെള്ളയത്തിന്റെ കേസിൽ 2s2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അയണൈസേഷൻ കഴിയുമ്പോഴത്തേനും 2s1 ആയിട്ട് മാറും, 3s1 ആയിട്ട് മാറും. ദെൻ ഇവിടുത്തെ കേസിൽ ഇതെന്തായിട്ട് മാറും? 2s2 ആയിട്ട് മാറും, 3s2 ആയിട്ട് മാറും അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ 2p2 ആയിട്ട് മാറും, ഇത് 3p2 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അയനൈസേഷൻ, സെക്കൻഡ് അയനൈസേഷൻ എനർജിയുടെ ഓർഡർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇത് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് എന്തായിട്ട് മാറി? സ്റ്റേബിൾ ആയിട്ട് മാറി അല്ലേ? സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഹയസ്റ്റ് വാല്യൂ x1 വരിക അല്ലേ? ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ വരുന്ന ഏതുണ്ട്? ദെൻ വരുന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? ബോറോൺ അലൂമിനിയം അല്ലേ? ബോറോൺ അലൂമിനിയത്തിൽ എന്ത് സംഭവിച്ചു? ഓക്കെ, അതിന് മുമ്പ് പറയേണ്ട കാര്യം, ഈ x1ന്റെ കേസ് നമ്മൾ സ്പെഷ്യൽ ഇതെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അതിന് എന്ത് കൊടുത്തേനെ? നമുക്ക് ഈ പറയുന്നത് പോലെ ലെഫ്റ്റ് ഇത് എന്താ പറയുന്നത്, അതിന് കുറവെന്നുള്ള രീതിയിൽ പറയേണ്ടി വന്നേനെ. പക്ഷേ ഈ സെക്കൻഡ് അയനൈസേഷൻ എനർജി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തിയതുകൊണ്ട് x1ന് ഹയർ വാല്യൂ വരുന്നു. ദെൻ നൈട്രജൻ ഫോസ്ഫറസ് ആയിരിക്കും വരിക, x4 വരും അല്ലേ? സാധാരണ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ. ദെൻ ബോറോൺ അലൂമിനിയം അതുപോലെ തന്നെ നമ്മുടെ ബെർലിയം മഗ്നീഷ്യം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെയാണ് സ്റ്റേബിൾ വരുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് x3 ആയിരിക്കും പിന്നെ കൂടുതൽ, ദെൻ x2. ആൻസർ അനുസരിച്ചിട്ട് എ ആണ് വരുന്നത്. x1ന് ഏറ്റവും കൂടുതൽ, ദെൻ x4, x3 ആൻഡ് x2. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഫോർ 1 ഇലക്ട്രോൺ ഗെയിൻ ഓഫ് ദി എലമെന്റ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 1 ഇലക്ട്രോൺ ഗെയിൻ ഓഫ് ദ എലമെന്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഇലക്ട്രോൺ അഫിനിറ്റി ഏത് ഓർഡറിലായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ജൂൺ 2021 ചോദിച്ച ചോദ്യമാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഫ്ലൂറിനേക്കാൾ കൂടുതലാണ് ക്ലോറിൻ, ക്ലോറിനേക്കാൾ കൂടുതലാണ് ബ്രോമിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലോറിൻ ആയിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ ദാൻ ഫ്ലൂറിൻ. പ്രത്യേകിച്ചും മീൻസ് 1 ഇലക്ട്രോൺ അഫിനിറ്റി അനുസരിച്ച് പറയുകയാണെങ്കിൽ 1 ഇലക്ട്രോൺ അഫിനിറ്റി 1 ഇലക്ട്രോൺ ഗെയിൻ തിയറം അനുസരിച്ച് പറയുകയാണെങ്കിൽ 1 ഇലക്ട്രോൺ ഗെയിനകത്ത് നോക്കുമ്പം ക്ലോറിൻ ആയിരിക്കും അഫിനിറ്റി കൂടുതൽ കമ്പയർഡ് ടു ഫ്ലൂറിൻ. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്ലൂറിൻ്റെ സൈസ് കുറവാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലായിരിക്കും. അതുമൂലം ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ലീസ്റ്റ് ആയിരിക്കും ഫ്ലൂറിന് കമ്പയർഡ് ടു ക്ലോറിൻ. അതുപോലെ തന്നെയാണ് ബാക്കി അടുത്തടുത്തുള്ള ഇങ്ങനെ വരുന്ന ആ രണ്ട് പീരീഡുകളിൽ വരുന്ന അടുത്തടുത്തുള്ള ആറ്റത്തിന്റെ എല്ലാം കേസ് തന്നെ ഇപ്പോഴും സെക്കൻഡിനായിരിക്കും അഫിനിറ്റി കൂടുതൽ കമ്പയർഡ് ടു ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡിലെ എലമെന്റ്സിനെല്ലാം തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. സി അനുസരിച്ചിട്ട് എന്താണ്? സൾഫറിനാണ് സെലീനിയത്തെക്കാൾ കൂടുതൽ വരുന്നത്. എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി വരുന്നത്? സൾഫർ വെച്ച് നോക്കുമ്പോൾ സൾഫറിനാണ് സെലീനിയത്തേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി വരിക. അല്ലെങ്കിൽ വേറെ രീതി പറയാം, ഓക്സിജൻ സൾഫർ സെലൂനിയം നോക്കുന്ന സമയത്ത് ഓക്സിജൻ സൾഫറിന്റെ കേസിൽ ഇത് തമ്മിലുള്ള ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും സെലീനിയം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം സൾഫറിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി, ദെൻ സെലീനിയം, അതിനുശേഷമാണ് ഓക്സിജൻ വരുന്നത്, വാല്യൂ വരുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. X, Y and C are 3 p block elements in the second row of the periodic table with electron affinities in kilojoule per mole of -15, -142 and -333 respectively. The correct statement among the following. Okay, എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ആണ്. -15, എക്സിന് -15 ഉണ്ട്, വൈക്ക് -142 ഉണ്ട്, സിക്ക് -333 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻ? Y has the highest first ionization energy, X has the most number of p electrons, X has the highest proton affinity and C has the highest
ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ ഓപ്ഷൻസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഇതിനാണ് മാക്സിമം വന്നേക്കുന്നത്, -15 അല്ലേ. ഇലക്ട്രോൺ അഫിനിറ്റി മാക്സിമം എന്ന് പറയുമ്പോഴത്തേനും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? -15 അല്ല. അതായത് ആക്ച്വലി വാല്യൂ വൈസ് -15 ആണ് കൂടുതലെങ്കിലും ഇലക്ട്രോൺ അഫിനിറ്റിയുടെ നെഗറ്റീവ് വാല്യൂ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം, അതിനർത്ഥം നെഗറ്റീവ് വാല്യൂവിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര കൂടുന്നോ അത് അത്രയും ഈസി ആയിട്ട് ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ റെഡിയാണ്. ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം XYZ എന്ന് പറയുന്ന XYZ എന്ന് പറയുന്ന എലമെന്റ് അതിനകത്ത് എക്സിന് വരുന്നത് -15, വൈക്ക് -142 ആൻഡ് സിക്ക് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ -333 ആയതുകൊണ്ട് നമുക്ക് പറയാം സിയുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലാണെന്നാണ്. അപ്പം ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായതുകൊണ്ട് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്? C has the highest electronegativity. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് സിക്കാണ് ഉള്ളതെന്ന് പറയാനായിട്ട് പറ്റും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാര്യം മനസ്സിലായോ? ഇലക്ട്രോൺ അഫിനിറ്റിയുടെ നെഗറ്റീവ് വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമയത്ത് ആ ഒരു ആറ്റം അല്ലെങ്കിൽ എലമെന്റ് എന്താണോ അത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമയത്ത് അത്രയും എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് കളയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനർജി പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റും അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ബാക്കി വൈയുടെ ഫസ്റ്റ് അയനൈസേഷൻ എനർജിയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ തന്ന ഡീറ്റെയിൽസിൽ നിന്ന്. എക്സ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് പി ഇലക്ട്രോൺസ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇലക്ട്രോൺസ് എത്രയുണ്ടെന്നുള്ളതും. ഹയസ്റ്റ് പ്രോട്ടോൺ അഫിനിറ്റി എങ്ങനെയാണെന്നുള്ളതും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റില്ല. ആകെ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂ കൂടുമ്പോഴത്തേനും അത് എന്താണ് കൂടുതൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ടെൻഡൻസി ഉള്ള ഒരു എലമെന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അതേ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളതാണെന്നേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഡൈഫ്ലൂറൈഡ്സ് ഈസ് എന്താണ് പറയുന്നത്? ജർമേനിയത്തിന്റെ സിലിക്കൺ അതുപോലെ തന്നെ കാർബൺ ഡൈഫ്ലൂറൈഡുകൾ തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി, ഡൈഫ്ലൂറൈഡിന്റെ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കാർബൺ, സിലിക്കൺ, ജർമേനിയം അല്ലേ, ആ ഗ്രൂപ്പിൽ വരുന്നതാണ് എല്ലാം തന്നെ ഫ്ലൂറൈഡ്സ്. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ഇതെല്ലാം തന്നെ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി പറയേണ്ട കാര്യം, അത് ചോദിച്ചിരിക്കുന്നത് ഡൈഫ്ലൂറൈഡിനകത്ത് ഏറ്റവും സ്റ്റേബിൾ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് നമുക്ക് നോക്കാം. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹെവിയർ ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ഔട്ടർ എസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതെ നിൽക്കും. അതുമൂലം അത് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് എന്താണ് മോർ സ്റ്റേബിൾ ആയിട്ട് മാറുള്ളൂ. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള ഫോമിലാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയും. ഹെവിയർ പി ബ്ലോക്ക് എലമെന്റ്സിൽ കാണിക്കുന്നതാണ്. അപ്പം ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും. ആ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരുന്നത് കൊണ്ട് ആ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഡൗൺ ദ ഗ്രൂപ്പിൽ നിൽക്കുന്നതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇതെല്ലാം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഡൗൺ ദ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേനും പ്രത്യേകിച്ചും ജർമേനിയത്തിനും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. ദെൻ സിലിക്കൺ, ദെൻ കാർബൺ. ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് ഇതിന്റെ റീസൺ ആയിട്ട് വരുന്നത്. അതായത് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ആണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡിസംബർ 2024 ചോദിച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫെബ്രുവരി 25. ഫെബ്രുവരിയിലായിരുന്നല്ലോ ഡിസംബറിൽ എക്സാം നടന്നിരുന്നത്. അന്നേരത്തെ 24 ഡിസംബറിൽ എക്സാം ഫെബ്രുവരി നടന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫെബ്രുവരി 2025 എന്ന് പറയാം. ദ കറക്റ്റ് ഓർഡർ ഫോർ ദ XH ബോണ്ട് ഡിസോസിയേഷൻ എനർജി BDE ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഏതൊക്കെയാണ്? സിലിക്കൺ കാർബൺ ടിൻ കോമ്പൗണ്ടാണ് തന്നേക്കുന്നത്. അതിനകത്ത് ഏതാണ് വരുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഓർഡർ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഓക്കെ. ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സമയത്ത് സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ആ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ബോണ്ട് ലെങ്ത് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നത് മൂലം സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം ബോണ്ട് സ്ട്രെങ്ത് കുറവുള്ളതിനായിരിക്കും ഏത് എനർജി കുറവ്, ബോണ്ട് സ്ട്രെങ്ത് കൂടുതലുള്ളതിന് എനർജി കൂടുതലായിരിക്കും. ഇപ്പം കാർബൺ ബോണ്ട് അല്ലേ കൂടുതൽ സ്ട്രെങ്ത് കൂടുതലുള്ളത്. കാർബൺ ട്രൈമീഥൈൽ കാർബൺ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതാ നമ്മുടെ പറഞ്ഞ സാധനം തന്നെ, കോമ്പൗണ്ട് നെയിം എന്താ? CH3H. നമ്മുടെ ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത് സിലൈൻ കോമ്പൗണ്ടിനേക്കാളും ടിൻ കോമ്പൗണ്ടിനേക്കാളും കൂടുതൽ എന്തായിരിക്കും? അതിന് എനർജി വേണം, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ബോണ്ടായിരിക്കും. അതുപോലെ തന്നെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ 2025 ചോദിച്ചാണ്, ഫെബ്രുവരിയിൽ ചോദിച്ചാണ്. ഇൻ ദ extraction of lanthanides, when an aqueous solution of Ln3+ is poured into a cation exchange resin column, the Ln3+ that moves fastest through the resin. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2012 15 വന്നൊരു ക്വസ്റ്റ്യൻ തന്നെ സിമിലർ ആണ്. സെയിം തന്നെ എന്താണ്? ഹൈഡ്രേറ്റഡ് ഫോം എന്നുള്ള രീതിയിലാണ്. ഹൈഡ്രേറ്റഡ് ഫോമിലേക്ക് പോയിട്ട് അതിനകത്ത് ലീസ്റ്റ് സൈസ് വരുന്നത് ഏതാണോ അതായിരിക്കും ഏതായിട്ട് വരുന്നത് റിട്ടൻഷൻ കൂടുതലുള്ളത്. അപ്പം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് സൈസ് കൂടുതലുള്ളത് ഏതാണോ അതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഏത് ലന്താനം വരുന്നത്? ലാന്തനൈറ്റ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. നമുക്ക് തന്നേക്കുന്നത് Lu3+, La3+, ഗഡോലിനിയം 3+, ആൻഡ് സമരിയം 3+ ആണ് വന്നേക്കുന്നത്. ഏതൊക്കെയാണ്? ലന്താനം അല്ലേ, ലന്താനം വന്നിട്ടുണ്ട്. പിന്നെ ആ ഗ്രൂപ്പ് നമുക്ക് കൊടുക്കാം: സീരിയം, പ്രിസോഡിമിയം, നിയോഡിനിയം, പ്രോമീഥിയം, സമരിയം, യൂറോപ്യം, GD, TB, ഡിസ്പ്രപ്പോസിനിയം, ഹോമിയം, എർബിയം, തീയം, TB ആൻഡ് ലുട്ടേഷ്യം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേനും സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും അല്ലേ? സോറി സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പം പക്ഷേ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേനും ഹൈഡ്രേഷൻ ലാർജ് ആയിട്ട് മാറും. ലാർജ് ഹൈഡ്രേറ്റഡ് സൈസ് ആയിട്ട് മാറും അല്ലേ? ഹൈഡ്രേറ്റഡ് സൈസ് എന്ന് പറഞ്ഞാൽ അക്വ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രേറ്റഡ് സൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ. അപ്പം ഓർഡർ ഓഫ് റിട്ടൻഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം ഹൈഡ്രേറ്റഡ് കേസിൽ ഡിക്രീസ് ചെയ്യും ഓർഡർ ഓഫ് റിട്ടൻഷൻ. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റും എന്തായിരിക്കും, ഏതായിരിക്കും കൂടുതൽ നന്നായിട്ട് മൂവ് ചെയ്യുക, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്? ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് La3+, ദെൻ സമരിയം 3+, Sm3+, ഗാഡോലിനിയം 3+, ദെൻ ലുട്ടേഷ്യം 3+. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റിട്ടൻഷനും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഓപ്ഷൻ പറയാൻ പറ്റും? അല്ല, ഇത് തന്നെ. അങ്ങനെ വരുമ്പോഴത്തേക്കും ലുട്ടേഷ്യം ആയിരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട്, അതായത് റെസിനിൽ റിട്ടേൺ ചെയ്യുന്നത് കൂടുതൽ സമയം റിട്ടൻഷൻ നടക്കുന്നത് ഏതാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം റിട്ടൻഷൻ കൂടുതൽ നടക്കുന്ന La3+ ആയതുകൊണ്ട് മൂവ് ചെയ്യുന്നത് പെട്ടെന്ന് ലുട്ടേഷ്യത്തിനായിരിക്കും നടക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ലല്ലോ അല്ലേ? റിട്ടൻഷൻ കൂടുതൽ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനായിരിക്കും, റിട്ടൻഷൻ കുറവുള്ളതായിരിക്കും പെട്ടെന്ന് മൂവ് ചെയ്യുക. ഓക്കെ, ഇത് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും 2024 ഡിസംബർ അല്ലെങ്കിൽ 25 ഫെബ്രുവരിയിൽ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് തന്നേക്കുന്നത് ഡേറ്റ ഉണ്ട്. അയോൺ OH-, Cl-, Br-, SO4 2- ഉണ്ട്. അതിൻ്റെ അയണിക് മൊബിലിറ്റി തന്നിട്ടുണ്ട് 20.6, 7.9, 8.1, 8.3 തന്നിട്ടുണ്ട്. ഓക്കെ,
എന്നിട്ട് ഈ ദ കറക്റ്റ് ഓർഡർ ഓഫ് എഫക്റ്റീവ് റേഡിയസ് ഓഫ് ആനയോൺസ് ഇൻ വാട്ടർ അക്വ സൊല്യൂഷൻ ആണ് ഓർക്കണം. അക്വ സൊല്യൂഷനിലെ ആനയോൺസിന്റെ എഫക്റ്റീവ് റേഡിയസിന്റെ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് റേഡിയസ് എന്ന് പറയുന്നത് അയണിക് മൊബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സൈസിന്റെ ഇതനുസരിച്ച് നമ്മൾ പറഞ്ഞു ഈ ഹൈഡ്രേറ്റഡ് ചാർജ് ഡെൻസിറ്റിയും റേഡിയസും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞായിരുന്നു. എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഹൈഡ്രേറ്റഡ് റേഡിയസ് എന്ന് പറയുന്നത് അക്വ സൊല്യൂഷൻ ആകുമ്പോഴത്തേനും ഹൈഡ്രേറ്റഡ് റേഡിയസ് ഫോം ചെയ്യും. നമ്മൾ ഇതുപോലെയുള്ള ഇതേ കേസ് തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് 2 തവണ ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രേറ്റഡ് റേഡിയസ് എന്ന് പറയുന്നത് കൂടിയാൽ അയണിക് മൊബിലിറ്റി എന്ന് പറയുന്നത് കുറയും. ഓക്കെ, ഇതൊരു ഫാക്ടർ. അയണിക് മൊബിലിറ്റി അപ്പം ഏതിനാണ് കുറവുള്ളതെന്ന് നോക്കാം. ഓക്കെ, ദെൻ ചാർജ് ഡെൻസിറ്റി റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റഡ് റേഡിയസ് കൂടുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് ചാർജ് ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രേറ്റഡ് റേഡിയസ്. അപ്പം ഇതിനകത്ത് നോക്കേണ്ടത് അയണിക് മൊബിലിറ്റി ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവെന്നുള്ളത്. അയണിക് മൊബിലിറ്റി എന്ന് പറയുന്നത് 20.6 വരുന്നുണ്ട്. ആർക്ക്? നമ്മുടെ OH മൈനസിന് 20.6 വരുന്നുണ്ട്. അതേസമയം ക്ലോറിന് Cl മൈനസിന് 7.9 ആണ് വന്നേക്കുന്നത്. അയണിക് മൊബിലിറ്റി എന്ന് പറയുന്നത് 20.6, OHനും Clന് 7.9 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം അയണിക് മൊബിലിറ്റി കൂടുതലുള്ളത് OH മൈനസിനാണ്. അയണിക് മൊബിലിറ്റി കൂടുതലുള്ള OH മൈനസിനും കുറവുള്ളത് Cl മൈനസിനുമാണ്. അപ്പം അയണിക് മൊബിലിറ്റിയും ഇതും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റഡ് റേഡിയസ് എന്ന് പറയുന്നത് കൂടുതലുള്ളത് Cl മൈനസിനും കുറവുള്ളത് OH മൈനസിനും ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വരുന്നത് ഏത് ഓപ്ഷനാണ്? ക്ലോറിന് കൂടുതലും OH മൈനസിന് കുറവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏത് ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പീരിയോഡിസിറ്റി എന്നുള്ള ടോപ്പിക്സ്. ഓക്കെ, താങ്ക് യു.